ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പം ഒരു 6:50 ആയിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് പല്ല് തേച്ചു ചായ കുടിക്കണതേ ഉള്ളൂ. ആയിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കമാണ്. അമ്മയും ഞാനും മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. എന്നാൽ ഞങ്ങളുടെ കുട്ടാപ്പു 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 പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചായ കുടിക്കാനായിട്ട് കുറച്ച് നേരം ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. എന്നിട്ട് പോയി അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചേട്ടാ ചേട്ടാ എണ്ണിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണ്ടേ? എണ്ണിക്ക് ഗൈസ്, നിങ്ങൾ നോക്കൂ. ചേട്ടാ ചേട്ടാ കണ്ണു തുറന്നേ. കോഴി കഞ്ചാവടി ചോലിരിക്കുന്ന കണ്ടോ ഗൈസ്? ഇപ്പം 6:50 ഇനി അടുത്ത വീഡിയോ 7 മണിക്ക് വന്ന് വിളിക്കുമ്പോൾ അടുത്തുള്ള വീഡിയോ എടുക്കാം. 8 മണിക്ക് 7:30 വന്നപ്പം വിളിക്കുമ്പോൾ ഉള്ള വീഡിയോ, 8 മണിക്ക് വന്ന് വിളിക്കുമ്പോൾ ഉള്ള വീഡിയോ, പിന്നെ 8:15 വന്ന് വിളിക്കുമ്പോൾ ഉള്ള വീഡിയോ, അങ്ങനെ ഒരു 4-5 തവണ വന്ന് വിളിക്കുന്നു. ചേട്ടാ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ്ടേ? എനിക്ക് എന്താ ഉറക്കപ്രാന്ത് കേട്ട മറിച്ച് പടമാണ് ഗൈസ്. ഇവിടെ ഉണ്ട് കണ്ട, ഞങ്ങൾ ഊഞ്ഞാലിരുന്ന് ആടുവാണ് ഗൈസ്. രാവിലെ എന്നെ കണി കാണാതെ ഇരിക്കാൻ വേണ്ടി ഏട്ടൻ വരച്ചതാണ്. ഈ മനുഷ്യനെ കാണുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. നമ്മുടെ രഥം ചാർജ് ചെയ്തിട്ടിരിക്കുകയാണ് ഗൈസ്. അടുപ്പത്ത് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. രാവിലേക്കുള്ള ഫുഡാണെന്ന് തോന്നുന്നു. നമ്മൾ ഇനി ചായ കുടിക്കാമെന്നുള്ള പരിപാടിയായി. സിമ്മോള് ചായക്ക് മനസ്സിലാക്കിയിട്ട് ഇറക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ ചിന്നുപെണ്ണ് ഉറക്കമാണെന്ന് നോക്കണ്ട, നോക്കിക്കോ. കുറച്ച് കഴിഞ്ഞാൽ ചാടി എഴുന്നേക്കും. എഴുന്നേറ്റും. എന്താ കാരണം അറിയണ്ടേ? ചായയും കേക്കും പറഞ്ഞ പോലെ ചായയും തിന്നാനും. ഞാനും ചായ കുടിക്കാമെന്ന് വെച്ചു. ചിന്നുപെണ്ണ് പകുതി ഉറക്കത്തിലായിരുന്നു. ഞാൻ എന്നെ വിളിച്ചെണീപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിപ്സ് തെറ്റ് കഴിഞ്ഞു. ഇന്നിപ്പോൾ എന്താ കഴിക്കാൻ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ചായ കുടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ ഗോതമ്പ് ദോശയാണ്. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല മഴയാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡിലെ പാടം. ഇവിടെ പൂപ്പത്ത് പാടം ഇപ്പോൾ ഉറങ്ങായി. പൂക്കൾ, ഇലകൾ. ഇതാണ് നമ്മുടെ കുട്ടാപ്പം. മുറുക്ക് തിന്നാൻ ഇട്ട് കൊടുത്തിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ഇവിടെയുണ്ട് 2 പേര് എന്നിട്ട് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കുക. ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ചിട്ട്. നല്ല ആസ്വാദകരാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് കേട്ടോ വീടിൻ്റെ. അടിപൊളിയാണോ? അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് കഴിച്ചാൽ സുഖം വേറെ ഒന്നും അറിയില്ല. കഴിഞ്ഞ് റെഡിയായി ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ചോറും വെണ്ടയ്ക്ക കറിയാണ് ഇന്നത്തെ ഫുഡ്. കുറച്ച് പാത്രം കഴുകി വെച്ചിട്ട് കുളിച്ചിട്ട് വേണം പോകാനായിട്ട്. കുറേ തുണിക്കാനുണ്ട് ഗൈസ്. തിരിച്ചിടാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് തുണിക്ക് വേണ്ടെന്ന് വെച്ചു. ഗൈസ് ഇവിടെ നല്ല മഴയാണ്. അങ്ങനെ രാവിലത്തെ യുദ്ധത്തിന് ശേഷം നമ്മൾ കടയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഷോപ്പ്, കുഞ്ഞു ഷോപ്പ്. ഷോപ്പിൻ്റെ വിശേഷങ്ങളിൽ പോവാം. അപ്പോൾ നമ്മൾ ഷോപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അടിച്ചു വാരി തുടച്ചിട്ട് നമ്മൾ വിളക്ക് വെക്കാൻ പോകണം ഗൈസ്. വന്ന് തുറന്നതും എൻ്റെ കണ്ണൊക്കെ നീറി പുകയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അടിച്ചു വാരി തുടച്ചിട്ട് വിളക്ക് വെച്ചിട്ട് ഇനി വരുന്നതായിരിക്കും.
ക്ലിങ് അങ്ങനെ ഈ സിസ്റ്റം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മുടെ കൃഷ്ണനും മാതാവും. മാതാവിനെ നമുക്ക് മമ്മി ഗിഫ്റ്റ് ചെയ്താൽ കേട്ടോ. ഇതാണ് നമ്മുടെ വർക്ക് ഇടുന്നുണ്ടിരിക്കുക, നമ്മുടെ ഷോപ്പിൻ്റെ സൈഡിൽ റൂഫ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഏട്ടൻ്റെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോൺ എടുത്തിട്ട് 24 മണിക്കൂറും ഗെയിം കളി. എന്ത് ചെയ്യാനോ, ഏട്ടൻ ഓരോ ദിവസം ഇത് ചെയ്യുന്നോണ്ട് ഞാൻ ഫോണിൽ ഓരോ ദിവസം ഓരോ ഗെയിം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തോണ്ടേ. ഗെയിം കളിയോട് ഗെയിം കളിയാ. കാർ കയറ്റി വിടുവാണ്. ഇന്ന് കുളിച്ച് സുന്ദരനായി ചന്ദനക്കുറിയൊക്കെ ഇട്ട് വന്നേക്കാണ്. കുളിച്ചിട്ടില്ല, വെറുതെ ചന്ദനക്കുറി തൊട്ടിട്ടുണ്ട് വന്നേക്കാൻ. മഴയില്ല, അവിടെയോ? സ്ഥിരം കലാപരിപാടി. സമയം 10:45. നീ അവിടെ പോവാ? ഹലോ ഗായ്സ്, എന്നും വിളിക്കും ചീച്ചുമണിയാണ് ഞങ്ങളുടെ ഇത്. ചീച്ചുമണി എന്നും ഡേ ഇൻ മൈ ലൈഫാ. നിന്നെ കാണത്തൊന്നുമില്ല ഗൈസ്. ഇപ്പോ 1:40 ആയിട്ടുണ്ട്. ഇപ്പം കുറെ കിഡ്സിൻ്റെ അടുത്ത് ഡിസ്പ്ലേക്ക് ഇടാനായിട്ട് ഇങ്ങനെ ചുമ്മാ എടുത്ത് ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചു. ഗ്ലാസ് നിൽക്കുന്നല്ലേ, ഇതിൽ നിൽക്കുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ തൂക്കിടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ് നമ്മൾ ആദ്യം ഇട്ടിച്ച്. പക്ഷെ അതിങ്ങനെ വീടുകൊണ്ടിരിക്കുക. നല്ല തിരക്കായിരുന്നു, അതാണ് ഇത്ര നേരം വീഡിയോസ്. ഡേ ഇൻ മൈ ലൈഫാണ്, വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ നല്ല തിരക്കായിരുന്നു കടയിൽ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. സമയം 1:40 ആയിട്ടുണ്ട്. ഇതുവരെ കഴിച്ചിട്ടില്ല. കടയിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ് കഴിക്കുന്നത്. ഇവിടെ നല്ല വെയിലാണ് ഗൈസ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല വെയിൽ. എൻ്റെ തുണിയെല്ലാം നനയ്ക്കാൻ കിടക്കാൻ. എനിക്ക് ഓർത്തിട്ട് രാവിലെ തുണി നനയ്ക്കാൻ, ഇന്ന് തുണി നനയ്ക്കാൻ നല്ല മഴയായിരിക്കും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇപ്പം നല്ല ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ തുണിയൊക്കെ നനച്ചിട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തേലും ചെയ്യണം. ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കുക, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞുള്ള പരിപാടി. നല്ല വെയിലാണ് ഗൈസ്, നിങ്ങൾ നോക്കുക. നല്ല വെയിൽ. കേട്ടോ, നല്ല കാലാവസ്ഥ. നമുക്ക് വണ്ടികളൊക്കെ നിരന്ന് കിടക്കണണ്ട. ഇതാണ് നമ്മുടെ കടയുടെ ഫ്രണ്ടിലെ വ്യൂ. ഹലോ ഗായ്സ്, ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ചേട്ടൻ എന്താ ഇളക്കി വെച്ചൊക്കെ സ്റ്റിക്കറിന് ഇളക്കി വീണിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ പോയി. ഞങ്ങൾ കഴിക്കാനായിട്ട് ഇവിടെയാണ് ഞങ്ങളുടെ റൂം. കഴിക്കണേ ക്ലീനിങ് ഐറ്റംസും വെച്ചേക്കുന്നതാണ്. അല്ലാണ്ട് ഞങ്ങളിത് ഒരു സ്റ്റിച്ചിങ് റൂമായിട്ട് പണിതായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് കഴിക്കണത്. ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കും ഗായ്സ്. ഇങ്ങനെ കണ്ണാടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ തന്നെ സൗന്ദര്യം ഞങ്ങൾക്ക് തന്നെ കാണാം. കണ്ടോ, ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്ന റൂം. നല്ല നല്ല കണ്ണാടികൾ, നല്ല നല്ല പെൺകുട്ടി അതിലൊരു വായി നോക്കി. ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്. 22 വയസ്സ്. 42 വയസ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഡൈ ആണ് ഫുള്ള്. ഇതൊക്കെ വെപ്പുവല്ലാണ്. ഇതൊക്കെ വെപ്പുവല്ലാണ്. ചോറ് കഴിക്കുമ്പം ഊരി വയ്ക്കും. ചോറ് കഴിക്കുമ്പം കട്ടിയുള്ള സാധനങ്ങൾ അങ്ങനെ ചെത്തുവല്ല് അതിനകത്ത് കുടുങ്ങും. അങ്ങനെയാണ് ദിവസം. അതുകൊണ്ട് ചിക്കനൊന്നും കൊണ്ടുവരില്ല ഗൈസ്. ചിക്കനൊക്കെ കൊണ്ടുവരില്ല. കടിച്ചു മുറിക്കണ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നാൽ ചെത്തുവല്ല് അതിനകത്ത് കുടുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട്.
ചെത്ത് പയ്യനാണ്, ചെത്ത് നല്ല ചെത്ത് പയ്യനാണ് പക്ഷേ വാ കഴിക്കേ. കഴിക്കേ. ഹലോ ഗൈസ്, ഞങ്ങൾ ഒരു പാത്രത്തിലുണ്ട് ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിച്ച് ഒരു ബെഡിലാണ് ഗൈസ് കിടക്കുന്നത്. ഞാനിപ്പോൾ മലമ്പാമ്പിനെ കാണാൻ പോകട്ടോ. എവിടെയെന്നല്ലേ, നമ്മുടെ ഷോപ്പിൻ്റെ ഇവിടെ താഴെ ഒരു ഇതുണ്ട്, കുളമുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു ഇതുണ്ട്, ഒരു താറാവിനെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് താറാവിനെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല. ഞാൻ ഫോട്ടോ എൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ഞാൻ കൊടുക്കാം. സൈഡിൽ ഫുള്ള് ആൾക്കാരാണ് റോഡ് സൈഡിൽ കണ്ടോ. ഇനി നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ കടയിലേക്ക് പോവുകയാണ്. ഇതോ കാണുന്നു, അതാ വൺസി ഫാഷൻ നമ്മുടെ ഷോപ്പ്. അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഡിസ്പ്ലേ ഒക്കെ സെറ്റ് ചെയ്യാണ്. ഇത് നമ്മൾ ഇന്ന് ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ സെറ്റിങ്ങും എല്ലാം ഞാൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. സെയിൽസിന് ഞാൻ, ബില്ലിങ്ങിന് ഞാൻ, ഡിസ്പ്ലേ സെറ്റിങ്ങിന് ഞാൻ, എല്ലാത്തിനും ഞാൻ. എന്ത് ചെയ്യാനാ, എല്ലാത്തിനും സിമ്മോൾ തന്നെ വേണം. കസ്റ്റമറൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായി. അതുകൊണ്ട് സമയം ഇപ്പോൾ 4:45 ഇപ്പം കുറച്ച് കസ്റ്റമേഴ്സ്, പിന്നെ അപ്പോൾ വീഡിയോ എഡിറ്റിങ് അങ്ങനെ കുറച്ച് സമയം പോയി. ഇപ്പോൾ സമയം 4:45 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചായ കുടിക്കാൻ പോവാം. ചായയും നല്ല ചൂട് കടി. ഓക്കെ, നമ്മുടെ റൂഫിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ ഉള്ളാതെ വണ്ടിയൊക്കെ നിർത്തവിടെ. അപ്പോൾ ഞങ്ങൾ ചായ മേടിക്കാൻ പോകണം കേട്ടോ ഗൈസ്. ഇതോ കാണുന്നതാണ് നമ്മൾ ചായ മേടിക്കാൻ പോകുന്ന കട. ഇത് നമ്മുടെ സ്ഥിരം ഷോപ്പാണ്. സൂപ്പർ ചൂട് കടി കിട്ടും. ഉള്ളിലൂടെയും പരിപ്പൊടിയും പഴംപൊരിയും എല്ലാം ഉണ്ട്, നല്ല ചൂടായിട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് കടയിലേക്ക് പോവുകയാണ്. ഇതാ കാണുന്നു നമ്മുടെ കട, റോഡ് മുറിച്ച് കിടക്കാം കേട്ടോ. അതിനടുത്ത് നമ്മുടെ കടത്തിനടുത്ത് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പൊക്കെ വരുന്നുണ്ട്. 6 മണിക്ക് വിളക്കൊക്കെ വെച്ചിട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വൈകിട്ടുള്ള വിളക്കൊക്കെ റെഡി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, വന്നിട്ട് പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പോൾ 7 മണിയാകാറായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചുമ്മാതെ ഇരിക്കുകയാണ്. നട്ടപ്പാതിരയായി ഗായ്സ്. വീഡിയോ സ്പോട്ട്. ഓക്കെ ഓക്കെ, ഇരുട്ടിയത് കൊണ്ട് കാണിച്ചു കൊടുക്കും. വീട്ടിൽ ഇരുട്ടിയത് കൊണ്ട് കാണിച്ചു കൊടുക്കും. കടയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. ഇത് നമ്മൾ ഇന്നലെ 2 ദിവസം മുന്നേ എടുത്ത് വെച്ച ഒരു ഇതാണ്. ഞാനൊരു പ്രൊമോ എടുത്ത് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പ്? ഞങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് റേറ്റ് ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് സ്റ്റോക്ക് കൂടെ ഓഫറും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓഫർ പ്രൈസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയൊരു പണിയിലാണ്. പിന്നെ വരാം. ഓഫർ റേറ്റ് ഇടൽ കഴിഞ്ഞു. ഈ ഐറ്റംസ് മൊത്തം നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുക കേട്ടോ. ഫുൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുക. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. 8:30 ആയിട്ടുള്ളൂ. ഞാൻ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കട ക്ലോസ് ചെയ്യാനായിട്ടുള്ള ക്ലോസിങ്ങിലാണ്, കണക്ക് കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് തീർച്ചയായും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കായിട്ട് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്താറാകുന്നു. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിലെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 2 സൈഡിലും നിറയെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിലെയാണ് സപ്താഹം നടക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇതാണ് സൂപ്പർ മാർക്കറ്റ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് പുതിയതായി ഈ ഇടയ്ക്ക് വന്നതാണ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം, ജസ്റ്റ് കയറി നോക്കാം ഗായ്സ്. ഇവിടെ വണ്ടി നമുക്ക് നോക്കാം.
അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. ഇത് ഞങ്ങൾ സ്ഥിരം പോലുള്ളൊരു വേറെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ട്, അങ്ങനെ വന്നതാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുട്ടുപിടി അമ്പലത്തിലേക്കുള്ള സാധനങ്ങൾ. അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമുക്ക് വീടെത്തിയിട്ട് ബാക്കി കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിലേക്ക് എത്താറായി. ഇതാണ് നമ്മുടെ വഴി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്താറാകുന്നു. ഒരു കുന്നാണ്, കുന്ന് ഒരു മലമുകളിലാണ്. മലയിലട കുന്ന് എന്ന് പറയുന്ന പോലെ. ഓ ദൈവമേ, വഴിയിൽ 2 മാങ്ങ കിടക്കുന്ന കണ്ട് ചാടി ഇറങ്ങി എടുത്തു. അപ്പോൾ നമ്മൾ വീടെത്താറായി. അപ്പോൾ നമ്മൾ വീടെത്തിയേക്കാണ്. വണ്ടിയുടെ ഡിക്കി തുറന്നിട്ടുണ്ട്. ഇന്നെടുക്കാണ് കുട്ടാപ്പൂ. ഗായ്സ് നമ്മൾ വീട്ടിലെത്തിക്കാൻ ഞങ്ങളുടെ റൂമിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം ഗായ്സ്. അച്ഛനും ഞാനും ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് കളിക്കുന്നത്. ഇത് കുറച്ച് മിച്ചറ കിട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, സമയം 9:40. മുട്ട പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്നാണ് ഈ കഥയ്ക്ക് പുതിയൊരു ട്വിസ്റ്റ് വരുന്നത്. അടുത്തത് ഞങ്ങൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഗൈസ്. എന്തെന്ന് വെച്ചാൽ പച്ചമുളക് അരിഞ്ഞിട്ട് നേരെ കൈ കഴുകാൻ പോയപ്പോൾ ആളെൻ്റെ ചെറുതായിട്ടൊരു തെളിവെത്തി. ഇപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി, പക്ഷേ റെഡി ആയില്ല. പിന്നെ അവിടുന്ന് ആംബുലൻസ് ഒക്കെ എടുത്തിട്ടാണ് വേറെ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നത്. ആൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റെഡിയായി, മരുന്ന് ഇഞ്ചക്ഷൻ എടുത്തു. ഇപ്പോൾ കാലിൽ തണുപ്പ് വയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്, ഐസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടെൻഷനായി, എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല, റെഡിയായി വരുന്നു. ഇരിക്കുന്നുണ്ടല്ലേ ഗായ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് പ്രത്യേക വെറൈറ്റി ട്വിസ്റ്റായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ വന്ന ആംബുലൻസ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അനിയനും പിന്നെ തൊട്ട വീട്ടിലെ പയ്യനുണ്ടായിരുന്നു, ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ അവരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റിസ്ക് ആയിരുന്നു സംഭവം, പെട്ടെന്നുള്ളൊരു സംഭവം, കുറച്ച് സെറ്റായില്ല. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വീടെത്താറായി. 12:22 കേട്ടോ. ഇപ്പോഴാണ് വീടെത്തിയത്. വീട്ടിൽ വന്ന് കയറിയുള്ളൂ. നല്ല ലേറ്റായി. ഇനിയിപ്പോൾ കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറും മുട്ട പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ഇതുണ്ടോ കാലിൻ്റെ കോലം, ഇതാണ് ഗൈസ് കാലിൻ്റെ കോലം. സമയം 12:37, 1-ാം തീയതി. അങ്ങനെ ഡേ മൈ ലൈഫ് എന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.